താമരശ്ശേരി രൂപത പിണറായിക്കുള്ള കുഴി വെട്ടുന്നു. തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടിന് വെള്ളം കോരണ്ട എന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു. വന്യമൃഗ ആക്രമണം സർക്കാരിനെ ഇളക്കി മറിച്ച് താഴെയിടും. ആക്രമണത്തിൽ ആളുകൾ തുടർച്ചയായി മരിക്കുമ്പോഴും സർക്കാരിന് ഒരനക്കവുമില്ലെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. കർഷകരോട് നിഷേധാത്മക സമീപനമാണ് സർക്കാരിനുള്ളത്. ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ വനം മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ പ്രതിസന്ധി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായുണ്ട്. സർക്കാരിന് കൃത്യമായി സൂചന നൽകുന്നുണ്ട്. വയനാട്ടിലും ഇടുക്കിയിലും വന്യമൃഗ ശല്യമുണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിൽ 1000-ലധികം ആളുകൾ മരിച്ചു. എന്നിട്ടും ഒരനക്കവുമില്ലാതെ ഇരിക്കുന്ന സർക്കാരിന് കർഷകരോട് നിഷേധാത്മക സമീപനമാണ്. ഇതിൽ അതിയായ ദുഃഖവും വേദനയും പ്രതിഷേധവും ഉണ്ടെന്ന് താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു. പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടേ മതിയാകൂ. കടലാക്രമണം ഉണ്ടായാൽ ആ ഭാഗത്ത് കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കും. റോഡ് അപകടമുണ്ടായാൽ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കും. കർഷകർ ഇത്തരം ബുദ്ധിമുട്ടിലേക്ക് എത്തുമ്പോൾ നഗരത്തിലുള്ളവർക്ക് ആ വിഷമം മനസ്സിലാകില്ല. നാട്ടിൽ പുലി ഇറങ്ങിയാൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്കൂളിൽ പോകാൻ സാധിക്കും? കൃഷിയിടത്തിലേക്ക് കർഷകർക്ക് എങ്ങനെ ധൈര്യമായി ഇറങ്ങാൻ സാധിക്കും? പുറമേ നിന്ന് ആളുകൾ എങ്ങനെ ഈ പ്രദേശത്തേക്ക് വരും? എല്ലാം വലിയ ഭീതിയിലാവുകയല്ലേ? ആ മാനസിക വ്യഥ എത്ര ശക്തമാണ്! എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഞങ്ങളുടെ ആവശ്യം ഇതാണ്: ഞങ്ങളെ സംരക്ഷിക്കണം. ജീവിക്കാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾക്ക് നടത്തിത്തരണം, റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. സഭയെന്ന രീതിയിലല്ല ഇടപെടുന്നത്. സാമൂഹിക പ്രവർത്തകർ എന്ന നിലയിലാണ് സമീപിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സംരക്ഷണത്തിന് സത്വരമായ നടപടിയെടുത്തേ മതിയാകൂ. വന്യമൃഗശല്യം വനം വകുപ്പിന്റെ വീഴ്ചയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. വനം വകുപ്പാണ് സംരക്ഷണം നൽകേണ്ടത്. ഒരാൾ ആക്രമിക്കാൻ വന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധം സ്വീകരിക്കാനുള്ള അവകാശമില്ലേ? കോടതി പോലും അത് അനുവദിച്ചു തരുന്നുണ്ട്. ഞങ്ങളുടെ പറമ്പിലേക്ക് കയറി വന്ന് മൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ സ്വയം സംരക്ഷിക്കാനുള്ള അവകാശം മാത്രം തന്നാൽ മതി. ഞങ്ങളത് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ വരാതിരുന്നാൽ മതി. അതാണ് വനം വകുപ്പിന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്ന നടപടി. വനം മന്ത്രി രാജിവെക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കാര്യം ചെയ്യാൻ കഴിവില്ലാത്തവരാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരക്കാർ സ്ഥാനം ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായാലും സർക്കാരിന് മേലെ വലിയൊരു പ്രതിസന്ധിയാണ് ഉയർന്നിരിക്കുന്നത്. പാമ്പ്ലാനി നിരന്തരം സർക്കാരിനിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിന്റെ ക്ഷീണം മാറും മുൻപ് അടുത്തത് കിട്ടി. വോട്ടും തണ്ടി അരമന കയറണ്ട എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരുന്നു പാമ്പ്ലാനി. അങ്ങനെ അടികിട്ടി നിൽക്കുകയാണ് സർക്കാർ. മതമേലധ്യക്ഷന്മാർ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും പറഞ്ഞാൽ തിരിച്ച് പ്രകോപനപരമായി പ്രതികരിക്കരുതെന്നാണ് CPM അണികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഉള്ള വോട്ടും കൂടി കൊണ്ട് കളയരുതേ എന്നാണ് പറയുന്നത്. വോട്ടും ഒരു ഭാഗത്ത് നിന്ന് നന്നായി ചോരുന്നുണ്ട്. ആ പേടിയിലാണ് പാർട്ടി. അതിൻ്റെ കൂടെ വൈദികരെ കയറി തോണ്ടിയാൽ വീണ്ടും പണി കിട്ടും. അതുകൊണ്ട് മൗനം പാലിക്കുക. ഏതായാലും സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർന്നിരിക്കുന്നത്. ഇതിനെന്ത് പരിഹാരം കാണുമെന്ന് കാത്തിരുന്ന് കാണണം.